എവിടെ ഉത്തരവില്ലതുണ്ടോ? മേയർ ഒരു മേയർക്കും ഒരു ഡെപ്യൂട്ടി മേയർക്കും മാത്രമേ ഒരു സമയം തുടരാൻ പറ്റുള്ളൂ. ഇപ്പോൾ രണ്ടും ഉണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ നടന്ന ദിവസം ചില കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുൻപാകെ ഒരു കേസ് നിലവിലുണ്ടായിരുന്നു. ഇന്ന് ആ കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്. കേസിൻ്റെ വാദം ആരംഭിച്ച സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ചില നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിധി വന്നതിന് ശേഷം ആ കൗൺസിലർമാരൊക്കെ ആയിട്ട് മേയർ എന്നുള്ളതിലേക്ക് ബന്ധപ്പെട്ടു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അവർ സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുള്ള നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത്. അത് അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ഭരണസമിതി ശക്തമായിട്ട് മുന്നോട്ട് പോകും. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നത് ഇപ്പോൾ 20 പേരുടെ സത്യപ്രതിജ്ഞയാണ് അസാധുവാക്കിയിരിക്കുന്നത്. അവർക്ക് സ്വാഭാവികമായിട്ടും സത്യപ്രതിജ്ഞ ചെയ്തവരാണ് കൗൺസിലംഗങ്ങളല്ല. അവരായിരുന്നു മേയർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. അപ്പോൾ മേയർ തെരഞ്ഞെടുപ്പും ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പും അസാധുവാകുന്നുണ്ട് എന്നുള്ളതാണ് CPM ആരോപിക്കുന്നത്. അവർ കൗൺസിലർ ഇപ്പോൾ അല്ലെന്ന് കോടതി വിധി പറഞ്ഞിട്ടുണ്ടോ? അസാധുവാക്കി സത്യപ്രതിജ്ഞ അല്ല, അവർ കൗൺസിലർ അല്ല എന്ന് കോടതിയുടെ വിധിയിൽ ഉണ്ടോ? ഞാൻ ചോദിക്കുന്നത് അവരിപ്പോൾ കൗൺസിലർമാരല്ല എന്ന് കോടതിയുടെ വിധിയിലുണ്ടോ? ഏത് ലൈനിലുള്ളത്? ഞാൻ സ്വാഭാവികതയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഏതെങ്കിലും ഒരു വരിയിൽ അവരിപ്പോൾ കൗൺസിലർ അല്ല എന്നുണ്ടെങ്കിൽ ഞാനതിന് മറുപടി പറയാം. അതെ, തീർച്ചയായിട്ടും നടക്കും. തീർച്ചയായിട്ടും നടക്കണം. ബഹുമാനപ്പെട്ട കോടതി അതല്ലേ പറഞ്ഞിരിക്കുന്നത്. അല്ല, അത് മറ്റേ 4 ആഴ്ച സമയമുണ്ടല്ലോ. ഇതിപ്പോ വന്നിട്ട് 10 മിനിറ്റ് 15 മിനിറ്റല്ലേ ആയുള്ളൂ. ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഇത് വീണ്ടും ചോദ്യം ഇത് വരുമല്ലോ, ഈ ആവശ്യം വരുമല്ലോ. കോടതി തീരുമാനിക്കുന്ന അനുസരിച്ചിട്ട് ഇനി കോടതി അങ്ങനെയാണ് പറയുന്നതെങ്കിൽ അങ്ങനെ ചെയ്യും. പറയണം. അങ്ങനെ ഉണ്ടോ? ഏഞ്ചൽ ചോദിച്ചെന്തെങ്കിലും ആ ലൈനിലുണ്ടോ? കോടതിയിലെ ഉത്തരവില്ല ലൈനിലുണ്ടെങ്കിൽ ഞാൻ മറുപടി പറയാം. അല്ല, സാധുത ഏതിന് സംശയമാണ്. 20 പേരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കിയിട്ടുണ്ടെങ്കിൽ അവർ സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം മേയർ തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് ചെയ്യുമ്പോൾ അത് അസാധുവാകില്ലേ എന്നുള്ളതാണ് സംശയം. അല്ല, അവരുടെ ചോദ്യത്തിനല്ല ഞാൻ മറുപടി പറയുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ചോദ്യത്തിനാണ്. ഹൈക്കോടതി ഉത്തരവിൽ അങ്ങനെ ഒരു നിരീക്ഷണം ഉണ്ടെങ്കിൽ അതിന് മറുപടി പറയാൻ മേയർ എന്നുള്ളതിലേക്ക് ബാധ്യസ്ഥനാണ്. ഞങ്ങൾ ഹൈക്കോടതി ഉത്തരവിനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു, അനുസരിക്കുന്നു. തീർച്ചയായിട്ടും അത് അജണ്ട എല്ലാം ഇപ്പോൾ തയ്യാറായിക്കൊണ്ട് ഇന്ന് വൈകുന്നേരം തന്നെ കൗൺസിലർമാർക്ക് അജണ്ട നൽകി തുടങ്ങും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇവിടെ ഉണ്ട്. അതിന്ന് ചേർന്ന് കഴിഞ്ഞാൽ അജണ്ട നൽകി തുടങ്ങും. അത് നേരത്തെ തന്നെ പറഞ്ഞാണല്ലോ. വളരെ മുമ്പ് തന്നെ 29 കൗൺസിൽ യോഗം പ്രിപ്പയർ ആയല്ലോ. അജണ്ട പ്രിപ്പയർ ആയി കഴിഞ്ഞു. 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരുണ്ട്. അവർ 3 പേരുണ്ട്. അവരൊക്കെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഹെൽത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. എവിടെ ഉത്തരവില്ലതുണ്ടോ? മേയർ ഒരു മേയർക്കും ഒരു ഡെപ്യൂട്ടി മേയർക്കും മാത്രമേ ഒരു സമയം തുടരാൻ പറ്റുള്ളൂ. ഇപ്പോൾ രണ്ടും ഉണ്ട്. കോടതി ഉത്തരവില്ല അതില്ലല്ലോ. ഇനി വേറൊരു കാര്യം കൂടി, മേയർ എന്നുള്ള നിലയ്ക്ക് ഈ ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ ആലോചനയിൽ വന്നിട്ടുണ്ട്. ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ റെസ്പോണ്ടൻസ് ആയിട്ട് പോയ വന്ന കൗൺസിലർമാരുടെ പേരുകളല്ലാതെ മറ്റു ചിലർ കൂടി ചില ദൈവങ്ങളുടെ പേര് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും 101 പേർക്കും ഈ വിധി ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് അവരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ചും ആലോചിക്കും. അതിൻ്റെ നിയമവശങ്ങൾ ആലോചിക്കും. അതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മിനിറ്റ്സിലുണ്ട്, കേസ് പാർട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ അവരുടെ അസാധു ഇപ്പോൾ ഈ വിധി വരുമ്പോൾ 101 പേർക്കും ബാധകമാണല്ലോ. അപ്പോൾ
ഈ പറഞ്ഞ ഹൈക്കോടതിയുടെ മുമ്പാകെ ഇപ്പം നിലവിലുള്ള കേസിലുള്ള കൗൺസിലർമാരല്ലാതെ മറ്റു പലരും കൂടി അത് ഫയൽ ചെയ്തവർ അത് ഫയൽ ചെയ്തില്ല, അവരുടെ പേര് ഫയൽ ചെയ്തില്ല, അതുകൂടി കണ്ടെത്തിയിട്ട് അവരുകൂടി ചെയ്യേണ്ടി വരും. അതിനുകൂടി നിയമവശം പരിശോധിക്കും. നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം ആരൊക്കെയാണ് ഏതൊക്കെ ദൈവങ്ങളുടെ പേരിലാണ് ചെയ്തതെന്ന്.